എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഷുഗർ എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കണ്ടോ, ഇതെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് തണുത്ത പാല് ചേർത്ത് കൊടുക്കരുത്. പിന്നെ 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പിലും താഴെയായിട്ടാണ് കേട്ടോ ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ നമ്മുടെ ബാറ്റർ കിട്ടാനായിട്ട്. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ റോബസ്റ്റ് പഴമൊക്കെയില്ലേ, അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴമാണ്. ഞാനപ്പോൾ 2 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നേന്ത്രപ്പഴത്തിലും ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റ് പഴമായതിൻ്റെ പേരിൽ ഞാൻ ഒരു പഴം 2 പീസായിട്ട് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ നമുക്ക് മധുരം എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഷുഗർ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഷുഗർ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴത്തിൻ്റെ പീസസ് ഇല്ലേ, ഇത് നമുക്ക് ഈ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ പഴം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പാനിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. ഇതിൻ്റെ താഴെയായിട്ട് ഒരു പാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ പാൻ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നോക്കിയേ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ സൈഡ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. ഇനി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ആ പഴമൊക്കെ ഇങ്ങനെ മുകളിൽ കാരമലായിട്ടൊക്കെ വന്നപ്പോൾ ഇത് കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്